ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റോക്ക് ടു ഫ്ലോ എന്ന് പറയുന്ന ഒരു റേഷ്യോ കുറിച്ചാണ്. ഈ റേഷ്യോ പൊതുവെ യൂസ് ചെയ്യുന്നത് ഗോൾഡ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസ്, ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഹാർഡ്നെസ് അളക്കാൻ വേണ്ടിയാണ്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിയറ്റ് കറൻസി ചേഞ്ച് കൺവേർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഹാർഡ് അസറ്റിലേക്ക് മാറ്റും. ഹാർഡ്നെസ് കൂടുന്നതിനനുസരിച്ച് ടേക്കുന്ന വാല്യൂ റീറ്റെയിൻ ചെയ്യും ലോങ് ടൈമിലേക്ക്. അതിനാണ് ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ ഹാർഡ്നെസ് അളക്കുന്ന ഒരു റേഷ്യോ ആണിത്. ഈ റേഷ്യോയുടെ ഈ നമ്പർ കൂടുന്നതിനനുസരിച്ച് ഒരു കമ്മോഡിറ്റിക്ക് ഹാർഡ്നെസ് ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ്നെസ് റേഷ്യോ കൂടുതലുള്ള അസറ്റുകൾ സ്കേഴ്സ് ആയിരിക്കും കൂടുതൽ. അതായത് ലോകത്തധികം ഇല്ലാത്ത സാധനങ്ങൾക്ക് ഈ റേഷ്യോ കൂടുതലായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു ഹ്യൂമൻ സൈക്കോളജിയിലോട്ട് പോയിട്ട് വരാം. ശ്രദ്ധിച്ചേക്കണം, ഇതെല്ലാത്തിനും ഒരു കണക്ഷൻ ഉണ്ട്. നമുക്ക് ഏകദേശം ഒരു 10-15,000 കൊല്ലങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കാം. ആ സമയങ്ങളിൽ ആളുകൾ വേട്ടയ്ക്ക് പോകുന്നുണ്ട്. അതിൽ ഒരു കൂട്ടമായിട്ട് വേട്ടയ്ക്ക് ഇറങ്ങുന്നു. അത് ദിവസങ്ങളോളം, ആഴ്ചകളോളം, മാസങ്ങളോളം കാട്ടിലൂടെ നടക്കുന്നു. എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുവാണെങ്കിൽ, മാനോ പുലിയോ എന്തെങ്കിലും കാണുവാണെങ്കിൽ വേട്ടയാടുന്നു. അവരതിനെ ഭക്ഷിക്കുന്നു. ഈ ഒരു മാസം 2 ആഴ്ചയൊക്കെ നടക്കുന്ന സമയങ്ങളിൽ, അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന സമയങ്ങളിൽ ചിലർ കുഴഞ്ഞു വീഴാം ക്ഷീണം കാരണം, ചിലർ മരിച്ചു പോയേക്കാം, ചിലരെ പുലിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിച്ചേക്കാം. അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴത്തേക്ക് തന്നെ ആളുകളുടെ എണ്ണം കുറയും. അപ്പോൾ ഈ ആളുകളെ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേട്ടയ്ക്ക് പോകും, അവിടെ തന്നെ അതിനെ ഭക്ഷിച്ചിട്ട് വീണ്ടും യാത്രയാവും. അവർക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു പരിപാടി ആദ്യകാലങ്ങളില്ല. പിന്നീട് ചെറിയ ചെറിയ ക്ലാനുകൾ രൂപപ്പെടാൻ തുടങ്ങി. അതായത് ഈ വേട്ടയ്ക്ക് പോകുന്നവർ സ്പെഷ്യലായിട്ട് ഈ വേട്ടയ്ക്ക് പോകുന്നവർ പോവും. ഈ അഗ്രികൾച്ചറിന് താല്പര്യമുള്ളവർ അതിലേക്ക് മാറും, ഫിഷിങ്ങിന് താല്പര്യമുള്ളവർ അതിലേക്ക് മാറും. അങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ ക്ലാനുകൾ, ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടാൻ തുടങ്ങി. അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേട്ടയ്ക്ക് പോയിട്ട് ആളുകൾ ഈ വേട്ട കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഫുഡ് പരിപാടികൾ അല്ലെങ്കിൽ ആഹാരം അവർ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ എന്ത് പറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ വിൻ്റർ സമയങ്ങളിലും അല്ലെങ്കിൽ അവർ ഹാർഡ് ടൈമും അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലൊക്കെ അവർക്ക് ഈ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഫുഡ് അവർക്ക് വളരെ ഹെൽപ്ഫുള്ളായി. അവർക്ക് കുറേ കാലം കൂടി ഈ വേട്ടയ്ക്ക് പോകാതെ ജീവിക്കാൻ പറ്റുന്ന രീതിയിലേക്കായി. ആ ഒരു രീതിയിലേക്ക് പോയപ്പോൾ അവർക്ക് കമ്മ്യൂണിറ്റി വലുതായിട്ട് വന്നു. അവർ ഫാമിലി ഓറിയൻറ്റഡായി. എന്തുകൊണ്ട്? അവർ ഈ ഒരു ഫുഡ് അല്ലെങ്കിൽ ഈ ആഹാരം സൂക്ഷിച്ച് മാസങ്ങളോളം വെക്കാൻ തുടങ്ങി. അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് പിടികിട്ടി. അതായിരുന്നു ആദ്യത്തെ അവരുടെ വാല്യൂ. ആ വാല്യൂ കീപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ജീവിത ശൈലികൾ മാറി തുടങ്ങി, ഈസി ആയി തുടങ്ങി കാര്യങ്ങൾ. പക്ഷേ ആ ഫുഡ് എത്ര നാളിരിക്കും? മാക്സിമം 1-2 മാസങ്ങളിരിക്കും, അല്ലെങ്കിൽ 1 മാസം ഇരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. അവർ വീണ്ടും വേട്ടയ്ക്ക് ഇറങ്ങുന്നു. അപ്പോൾ അവർക്ക് ഈ ഒരു വാല്യൂ ഉള്ള അസറ്റ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ അകത്ത് പ്രാധാന്യം പിടികിട്ടി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അവരൊരു ഫാമിലിയായി, അവർ റീപ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി, ആളുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു കാലം മാറിയിട്ട് പയ്യെ കുറച്ച് ഇതിനകത്ത് ഞാൻ ഈ രണ്ടാമത്തെ പറയുന്ന പോലെ, ആദ്യത്തെ ഞാൻ പറഞ്ഞത് സർവൈവൽ ആൻഡ് റിസോഴ്സ് ഹോൾഡിങ്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അവർ വേട്ടയ്ക്ക് പോകുമ്പോൾ ആഹാരങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. അവർക്ക് സർവൈവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നു തുടങ്ങി. 2, സിംബോളിക് എവല്യൂഷൻ ഓഫ് റിസോഴ്സസ്. അതിനും കുറേ വർഷങ്ങൾക്ക്, 10,000 വർഷങ്ങൾക്ക് ശേഷം ഇതിന് ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. വേട്ടയ്ക്ക് പോകുന്നുണ്ട്, അവർ തിരിച്ചു വരുന്നു, അത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. മനുഷ്യന് വീണ്ടും ഈ പറയുന്ന വളരെ റെയറായിട്ടുള്ള, അവർക്ക് ആദ്യമേ അതിൻ്റെ ഗുണം പിടികിട്ടി. ഈ ഫുഡെന്ന് പറഞ്ഞാൽ റെയറാണ്. ഞാൻ പറഞ്ഞു, മാസങ്ങളോളം വേട്ടയ്ക്ക് പോയിട്ട് വേണം ഒരു ഫുഡ് കിട്ടുന്നുണ്ട്, അതവിടെ കഴിക്കുന്നു. പിന്നീട് ആ ഫുഡ് അവരുടെ ക്ലാനിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ലൈഫ് കുറച്ച് ഈസി ആയി തുടങ്ങി. അവിടെയാണ് ഫസ്റ്റ് മണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂ അവർ കാണാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് അവർ ഈ പലതരത്തിലെ ഹാർഡായിട്ടുള്ള അസറ്റുകൾ, ഈ കക്ക അല്ലെങ്കിൽ എന്താണോ പറയുന്നത്, അങ്ങനെയുള്ള ചെറിയ ഇപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി, അങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള അസറ്റുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെങ്ങനെ അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അധികമില്ലാത്ത ഈ സ്കേഴ്സായിട്ടുള്ള അസറ്റുകൾ സൂക്ഷിക്കുന്നവന് സമൂഹത്തിൽ വിലയുണ്ടാകാൻ തുടങ്ങി. അല്ലെങ്കിൽ അവന് കൂടുതൽ പെട്ടെന്ന് ഫാമിലി
ഇതാവാൻ പറ്റുന്നത്. കാരണം അവൻ്റെ ഫാമിലിയിലോട്ട് വന്ന് ചേരുക, അവന് എല്ലാത്തിനും കേപ്പബിൾ ആണെന്ന് ആളുകൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഈ റിയർ അസറ്റുകളുള്ളവൻ എല്ലാത്തിനും കേപ്പബിളാണ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ഏകദേശം അങ്ങനൊരു ചിന്താഗതിയിലേക്ക് സമൂഹം പോവുകയാണ്. ആ സമയങ്ങളിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നതാണ് ഈ സിൽവർ, ഗോൾഡ്. അന്ന് സിൽവറും ഗോൾഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക, മൈനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സാണ്. ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള അസറ്റുകളായിട്ടാണ് അന്ന് കാണപ്പെടുന്നത്. അപ്പോൾ അത് ഉള്ളവന് വല്ലാത്തൊരു സ്റ്റാറ്റസ് ഉണ്ട് ജീവിതത്തിൽ. അവൻ എന്തും നേടാനൊക്കും എന്നുള്ള രീതിയിലുള്ളൊരു വല്ലാത്തൊരു ബോധം ആ സമൂഹത്തിനുണ്ട്. പിന്നീട് കുറച്ച് മോഡേൺ വേൾഡിലേക്ക് നമ്മൾ വരുമ്പോൾ അതായത് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഒരു റെയറായിട്ടുള്ള ഒരു അസറ്റ് നമ്മൾ കൈവശമാക്കി കഴിയുമ്പോൾ ഈ മനുഷ്യൻ ഒരു വല്ലാത്ത ഒരു അനുഭൂതി, അല്ലെങ്കിൽ അവൻ എന്തോ അക്കംപ്ലിഷ് ചെയ്തു ലൈഫിൽ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വന്നു തുടങ്ങും. അതൊരു വല്ലാത്തൊരു സൈക്കോളജിക്കൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ ഞാനീ പറഞ്ഞല്ലോ ഓരോ സൈക്കോളജിക്കൽ രീതിയിൽ ഡിഫറെൻ്റായിട്ട് വരുന്നു. മനുഷ്യനുണ്ടായ കാലം മുതൽ ഒരു റെയറായിട്ടുള്ളൊരു അസറ്റ് അവൻ കൈവശം വെക്കുമ്പോൾ അവന് വല്ലാത്തൊരു ബ്രെയിനിൽ വല്ലാത്തൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. നമുക്കിന്ന് കാണാം ലോകത്ത് ഇപ്പോൾ ഉദാഹരണം ലൂയി വിറ്റാൻ ബാഗുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലക്ഷങ്ങളാണ് എൻ്റെ വില. അപ്പോൾ അത് കൈവശം ആളുകൾ ഇത് ഭയങ്കര ആഗ്രഹത്തോടെ പോയി മേടിച്ച് കൈവശം വെക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മേടിച്ച് കഴിയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഒരു ഡോപ്പമൈൻ അല്ലെങ്കിൽ വല്ലാത്തൊരു എനർജി അവരുടെ ശരീരത്തിലൂടെ പോകും. അവർ എന്തൊക്കെയോ ലൈഫിൽ സാധിച്ചു എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഉദാഹരണം, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ കണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു ഇതാണ് ഈയിടെയായിട്ട് ഐഫോൺ. എല്ലാവർക്കും ഐഫോൺ വേണം. എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഐഫോൺ വേണ്ടത്? അതിൻ്റെ ഗുണഗണങ്ങൾ കണ്ടിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണോ മിക്കവരും ചെയ്യുന്നത്? ഭൂരിഭാഗവും എൻ്റെ ഐഫോൺ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ള രീതിയിൽ കാണപ്പെടുന്നു. ഇപ്പം അതിന് ഉദാഹരണം പറഞ്ഞാണല്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പ്രീമിയം കാറുകൾ, 1 കോടി 1.5 കോടി രൂപ വരുന്ന കാറുകൾ അവ മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? ബാക്കിയുള്ളവർക്ക് ആർക്കും ഇത് മേടിക്കാൻ ഒക്കത്തില്ല. അല്ലെങ്കിൽ എനിക്ക് മാത്രമേ ഒക്കൂ, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് സമൂഹത്തിനോട് കാണിക്കണം, അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആണ് എന്ന് കാണിക്കുന്നു. അല്ലെങ്കിൽ ഇത് ആർക്കും, ഭൂരിഭാഗം ആളുകൾക്കും ഇത് മേടിക്കാൻ ഒക്കത്തില്ല. അത് വല്ലാത്തൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെലേക്ക് പല കാര്യങ്ങളും അങ്ങനെ മാറുന്നു. ഇപ്പോൾ പെയിൻറ്റിങ് ആണ്, മോണോലിസ പെയിൻറ്റിങ്, അത് ഈ ലേലം ചെയ്ത് മേടിച്ചേക്കുന്ന ഒരു വ്യക്തി കാണും, അതൊക്കെ വല്ലാത്തൊരു സ്റ്റാറ്റസ് കാണുന്നത്. കാരണം എൻ്റെ കയ്യിൽ മാത്രമേ ഈ ലോകത്ത് മോണോലിസ ഉള്ളൂ. അല്ലെങ്കിൽ വിൻറ്റേജ് കാറ്, സ്റ്റാമ്പ്, കോയിൻ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകളല്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് മനുഷ്യനുള്ള കാലത്തോളം ഈ സ്കേഴ്സിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കൈവശപ്പെടുത്തുക എന്ന് പറയുന്നത് വല്ലാത്തൊരു പ്രണയമാണ് മനുഷ്യനതിനോട്. ഓക്കെ, ഞാനീ പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളിനി കാണാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത് ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി നമ്മൾ അടുത്ത വർഷങ്ങളിൽ കാണാൻ പോകുന്ന നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. അതെന്താണെന്നാണ് നമ്മളിത് മനസ്സിലാക്കാൻ പോകുന്നത്. ലോകത്തെ ഇനി എല്ലാ ആളുകളും ഇതിൻ്റെ പുറയിൽ പോകാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഏർലിയാണ്, പക്ഷേ ലോകത്തെല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് അറിഞ്ഞ് ഇതിൻ്റെ പുറയിൽ സഞ്ചരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇതിൻ്റെ പുറയിൽ വളരെ വ്യഗ്രതയോടെ എത്രയും വേഗം ഇത് അക്യുമുലേഷൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ? വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഈ സ്റ്റോക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് സപ്ലൈ എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ ഉദാഹരണം എടുക്കാം. നമ്മൾ ആദ്യമേ ഗോൾഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഗോൾഡിന് ഞാൻ നേരത്തെ പറഞ്ഞ ഏകദേശം 6000 കൊല്ലത്തെ പഴക്കമുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 കൊല്ലങ്ങളോളം നമ്മൾ ഈ ഗോൾഡ് കണ്ടെത്തിയിട്ട് നമ്മളത് മൈനിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭൂമിക്കടിയിൽ നിന്ന് ഖനനം ചെയ്ത് ഭൂമിയുടെ മുകളിലേക്ക് എത്തിക്കുക, സ്റ്റോക്കിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ കയ്യിലുള്ള ഗോൾഡിൻ്റെ എണ്ണം, ലോകത്തിപ്പം മനുഷ്യൻ ഖനനം ചെയ്തേക്കുന്ന ലോകത്തിലെ മൊത്തം സ്വർണത്തിൻ്റെ തുകയാണ് നമ്മൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. എക്സിസ്റ്റിംഗ് സപ്ലൈ, സ്വർണം ഇത്ര നാൾ മനുഷ്യൻ മൈനിങ് ചെയ്തെടുത്ത സ്വർണത്തിൻ്റെ അളവ്, അത് എത്രയാണെന്ന് നമ്മൾ പിന്നീട് അടുത്ത ചാർട്ടിൽ കാണാൻ നോക്കും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, സ്റ്റോക്ക് എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. 2, ഈ കാണുന്ന ഫ്ലോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും മനുഷ്യൻ എത്ര ഗോൾഡ് മൈനിങ് ചെയ്തെടുക്കുന്നു.
ഈ മൈനിങ് ചെയ്തെടുക്കുന്ന ഒരു കൊല്ലം മൈനിങ് ചെയ്തെടുക്കുന്ന ഗോൾഡ് എങ്ങോട്ട് പോകും? നേരത്തെ ഉണ്ടായിരിക്കുന്ന സ്റ്റോക്കിലേക്ക് തന്നെ ആഡ് ചെയ്യും അല്ലേ? അപ്പോൾ അടുത്ത കൊല്ലം പുതിയ ഗോൾഡ് മൈൻ ചെയ്യും, അത് എങ്ങനെ പ്രീവിയസ് ആയിട്ടുള്ള സ്റ്റോക്കിലേക്ക് ആഡപ്പ് ചെയ്യും. ഇതിൻ്റെ ഫ്ലോ എത്ര ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാർഡ്നെസ് എത്ര ആണ്, ഈ ഗോൾഡിൻ്റെ ഹാർഡ്നെസ് എത്ര അല്ലെങ്കിൽ സ്കേഴ്സിറ്റി എത്ര എന്ന് അളക്കുന്ന ഒരു ഇക്വേഷനാണിത്. അതിനെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത്രയും നാൾ എത്രമാത്രം സ്റ്റോക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇത്രമാത്രം ഗോൾഡ് നമ്മുടെ മനുഷ്യൻ്റെ കയ്യിലുണ്ടോ അത് ഡിവൈഡഡ് ബൈ, ഇവിടെ കാണുന്നുണ്ടല്ലോ, അത് ഡിവൈഡ് ബൈ ഫ്ലോ. ഞാനിവിടെ തെറ്റായിട്ടാണ് കൊടുത്തേക്കുന്നത്, റേഷ്യോ അല്ല ഇവിടെ കൊടുക്കേണ്ടത്, സ്റ്റോക്ക് ഡിവൈഡ് ബൈ ഫ്ലോ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് ഇതാണ്, നമ്മൾ എത്രമാത്രം സ്വർണ്ണം ഇത്രയും നാൾ നമ്മൾ മൈനിങ് ചെയ്തെടുത്തോ ഡിവൈഡ് ബൈ ഓരോ വർഷവും എത്ര സ്വർണ്ണമാണ് നമ്മൾ ഖനനം ചെയ്യുന്നത്, അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. ഓക്കെ, ആ സംഖ്യ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്കത് പിടികിട്ടും. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ബിറ്റ് കോയിൻ്റെ റേഷ്യോ ആണ്, അത് നമുക്ക് പിന്നെ പോവാം. നമ്മളിത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് ഡിവൈഡ് ബൈ ഫ്ലോ, അതാണ് ഹാർഡ്നെസ്, നമുക്ക് കിട്ടുന്നൊരു സംഖ്യ കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് പോവാം. ഗോൾഡ് ഇത്രയും നാൾ നമ്മുടെ ലോകത്ത് മനുഷ്യൻ മൈൻ ചെയ്തേക്കുന്ന ഏകദേശം കണക്കനുസരിച്ച് 2,12,582 ടൺ മെട്രിക് ടൺ ഗോൾഡാണ് ലോകത്തുള്ളത്. മൊത്തം ലോകത്തെ എല്ലായിടം ഏകദേശ കണക്കനുസരിച്ച് 2,12,582 ടൺ ഉണ്ട്. അത് ഓരോ വർഷവും ഏകദേശം 2,500 തൊട്ട് 3,600 ടണ്ണ് വരെ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കാറുണ്ട്. ഇത് 2023 ഡിസംബർ ആയപ്പോഴുള്ള കണക്കാണ്. ഈ 2,12,000 ഈ 2023 എത്രമാത്രം മൈനിങ് ചെയ്തു അതാണ് ഈ താഴെ കാണുന്നത്. അപ്പോൾ ഈ ടോട്ടൽ സ്വർണ്ണം എത്രയാണോ ഡിവൈഡ് ബൈ ഒരു വർഷം, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് 2021 എത്ര മൈൻ ചെയ്ത് 3,600 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 59 എന്ന് പറയുന്ന ഒരു സംഖ്യ കിട്ടും. ഈ 59 എന്ന് പറയുന്ന സംഖ്യയുടെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കൊല്ലം ഇപ്പം 3,600 ടൺ വീതം ഓരോ കൊല്ലം വരുന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ മനുഷ്യൻ മൈൻ ചെയ്തേക്കുന്ന എത്രയാണോ അത്രയും ടൺ സ്വർണം ഇനി മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 59 കൊല്ലം എടുക്കും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 59 കൊല്ലം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞ മനുഷ്യൻ ഇത്രയും നാൾ മൈൻ ചെയ്തേക്കുന്ന സ്വർണം എന്ന് പറയുന്നത് 2,12,582 ടണ്ണാണ്. ഓക്കെ, ഇനി 1 മുതൽ മനുഷ്യൻ തുടങ്ങുവാണെങ്കിൽ ഈ 2,12,582 ടണ്ണ് മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 59 കൊല്ലം എടുക്കും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയുവാണെങ്കിൽ, ഈ 3,500 പകരം 5,000 ആണെന്നുണ്ടെങ്കിൽ ഈ 59 എന്നുള്ള സംഖ്യ കുറയും. മാത്തമാറ്റിക്സ് അല്ലേ? അതായത് ഈ 2,12,582 ഡിവൈഡ് ബൈ ഇപ്പോൾ ഒരു 10,000 ആണെന്നുണ്ടെങ്കിൽ ഈ 59 എന്നുള്ളതിൻ്റെ സംഖ്യ കുറയും, 40 സംതിങ്ങിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം സ്വർണം ഒരു വർഷം കൂടുതലായിട്ട് പുറത്തോട്ട് വരുന്നോ അല്ലെങ്കിൽ ഈസി ആയിട്ട് പുറത്തോട്ട് വരുന്നോ അത്രമാത്രം വാല്യൂ സ്വർണത്തിൻ്റെ കുറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 3,600 ടണ്ണ് പെർ ഇയർ സ്വർണം പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 59 കൊല്ലം കൊടുക്കും. ഇപ്പോൾ ഈ 3,600 ടണ്ണാണ് എല്ലാ വർഷവും ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വർഷങ്ങളെല്ലാം ഉള്ളെങ്കിൽ ഈ 59 കൊല്ലം എടുക്കും നമ്മൾ ഈ ഒരു സംഖ്യയിലേക്ക് മൈൻ ചെയ്തെത്താൻ വേണ്ടി. ഞാൻ പറഞ്ഞ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പിന്നെ നമുക്കൊരു ഓക്കെ ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ ഈ സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ ഇട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ 59 ആണ്. 59 കൊല്ലം കൂടെ വേണം ഇനി ഇത്രയും തന്നെ ടൺ സ്വർണ്ണം എടുക്കാൻ. 3,600 ടൺ വീതമാണ് വരുന്നതെങ്കിൽ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്വർണം മൈനിങ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് പറ്റും. ഇനിയിപ്പോൾ 2-3-4 കൊല്ലം കൂടെ കഴിയുമ്പം ഈ 3,600 വരെ നമ്മൾ 4,000 ടണ്ണ് എല്ലാ വർഷവും മൈനിങ് ചെയ്ത് പുറത്തോട്ടെടുക്കാറുണ്ട്. അതായത് ഗോൾഡ് എന്ന് പറഞ്ഞ സാധനം ഫൈനൈറ്റ് അല്ല, എത്രമാത്രം ഉണ്ടെന്ന് മനുഷ്യന് കണക്കില്ല.
അതിനെക്കുറിച്ചുള്ള ചെറിയൊരു ന്യൂസ് ഞാൻ നിങ്ങളോട് ഇതിന് ശേഷം പറയാം. അപ്പോൾ ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ ഇതിന് 4000 മാറും. ഓരോ വർഷം പുറത്തോട്ട് വരും. പിന്നീട് 5000 മാറും. പിന്നീട് 6000 മാറും. അപ്പോഴത്തേക്ക് ഈ വർഷം താഴോട്ട് കുറഞ്ഞ് വരും. ബിറ്റ്കോയിൻ്റെ കേസിൽ അതല്ല. ബിറ്റ്കോയിൻ്റെ നിങ്ങൾക്കറിയാം, ഇതുവരെ 19 മില്യൺ, ഏകദേശം 197840, അതായത് 19 മില്യൺ നമ്മൾ ഏകദേശം 19.7 മില്യൺ മൈനിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്നേ വരെ. ബാക്കി വരുന്ന ഏകദേശം 1.4 സംതിങ് ഇനിയും ഒരു 100 കൊല്ലം ഇനിയും എടുക്കും ബാക്കി മൈനിങ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ സ്വർണ്ണത്തിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത പോലെ നമ്മളിവിടെ ചെയ്യുവാണെങ്കിൽ നമ്മളിപ്പം ഏകദേശം 19.7 മില്യൺ മൈനിങ് ചെയ്തു, ഡിവൈഡഡ് ബൈ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഓരോ 10 മിനിറ്റിലും 1.35 സംതിങ് ആണ് ബിറ്റ്കോയിൻ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കൊല്ലം കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന 1,64,000 ബിറ്റ്കോയിൻ മാത്രമേ ഒരു കൊല്ലം മൈനിങ് ചെയ്തെടുക്കാൻ ഒക്കൂ. അങ്ങനെയാണെങ്കിൽ 19 മില്യൺ ഡിവൈഡ് ബൈ 1,64,000 എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കിട്ടുന്നത് 120 കൊല്ലമാണ്. അതായത് ഗോൾഡിനേക്കാളും കൂടുതൽ, ഇരട്ടി. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 കൊല്ലം വേണം നമുക്കിനി 19 മില്യൺ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യാൻ. പക്ഷേ ഇതിന് ഈ സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ ബിറ്റ്കോയിന് ബാധകമല്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഓൾറെഡി അറിയാം 21 മില്യണേ ഉള്ളൂ ഈ ലോകത്തുള്ള എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനൊരു പ്രസക്തിയില്ല. ഇതിൻ്റെ വാല്യൂ അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ എന്ത് പറ്റും? 3.125 എന്നുള്ളത് നേരെ പകുതിയായിട്ട് പറയും, 1.5 സംതിങ്ങിലേക്ക് പോകും. അപ്പോൾ ഈ വർഷം വീണ്ടും കൂടും. അപ്പോൾ ഈ പറഞ്ഞത് ഗോൾഡ് എല്ലാ വർഷവും ഏകദേശം 2-3% പുതിയ ഗോൾഡ് മൈനിങ് ചെയ്തെടുക്കുന്നുണ്ട് ഭൂമിയുടെ അടിയിൽ നിന്ന് വെളിയിലോട്ട്. അതായത് ഇൻഫ്ലേഷൻ റേറ്റ്, അതായത് എല്ലാ അസറ്റിനും ഒരു ഹോളുണ്ട്, ഒരു ലീക്കേജ് ഉണ്ട്. ഗോൾഡിൻ്റെ ലീക്കേജാണ് 2-3%, ചെറിയ ഹോള്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതേപോലെ എല്ലാ അസറ്റുകൾക്കും ഓരോ ലീക്കേജ് ഉണ്ട്. ബിറ്റ്കോയിൻ ആണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലീക്കേജ് 0 എന്ന് പറയാം. അതിനർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫിയറ്റ് കറൻസി കൺവേർട്ട് ചെയ്ത് ബിറ്റ്കോയിനിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ 10 മടങ്ങ് കൂടിക്കൊണ്ടേയിരിക്കത്തുള്ളൂ. ലോങ് ടൈം നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ബിറ്റ്കോയിനിൽ നിന്ന് മേടിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ചയോ 4 ആഴ്ച അല്ലെങ്കിൽ ഒരു കൊല്ലം നോക്കി കഴിഞ്ഞാൽ വളരെ വലിയൊരു ഫ്ലക്ച്വേഷൻസ് മുകളിലോട്ട് പോകുന്നു, അതിൻ്റെ വാല്യൂ താഴുന്നു, അങ്ങനെ കാണാനായിരിക്കും. പക്ഷേ ലോങ് ടൈം എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ എപ്പോഴും അപ്വേഡേ സഞ്ചരിക്കും, മുകളിലോട്ടേ പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അപ്പോൾ സ്റ്റോക്ക് ടു ഫ്ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻഫർമേഷനിലേക്ക്. ട്വിറ്ററിൽ ഈയിടയ്ക്ക് വന്നൊരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് ചൈനയിൽ ഒരു സ്ഥലത്ത് ഏകദേശം 83 ബില്യൺ വില വരുന്ന ഏകദേശം 1000 ടണ്ണോളം ഗോൾഡ് പുതിയത് കണ്ടെത്തി, 2 കിലോമീറ്ററിൽ താഴെയായിട്ട്. ഇതെപ്പോഴും ഓരോ കൊല്ലവും ഇതേപോലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അതായത് ഗോൾഡ് എത്രമാത്രം ഭൂമിക്കടിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. 1/3 കടലാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കടലിലും ഗോൾഡ് ഉണ്ട്. നമ്മൾ അതിലേക്ക് അഡ്വാൻസുള്ള ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങുമ്പം കടലിനടിയിൽ നിന്നും ഗോൾഡ് കണ്ടെത്താൻ തുടങ്ങും. നമുക്കതിലേക്കൊന്നും പോയിട്ടില്ല. ഗോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് അല്ല, ഇഷ്ടംപോലെ ഉണ്ട് ഗോൾഡ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. വേറൊരു കാര്യം, ഗോൾഡിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗോൾഡിൻ്റെ വില കുറഞ്ഞ് കിടക്കുന്ന സമയത്ത് ഈ സാധാരണ ചെറുകിട ഗോൾഡ് മൈനിങ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഗോൾഡിൻ്റെ മാർക്കറ്റ് വില 2000 ആണെന്നിരിക്കട്ടെ. ഈ ചെറുകിട മൈനിങ് കമ്പനികളുണ്ടല്ലോ, അവർക്ക് ഗോൾഡ് മൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു $1,800 ചിലവ് വരുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ ഈ $1,800 ചിലവാക്കി ഒരു ഗോൾഡ് മൈൻ ചെയ്ത് മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുമ്പോൾ 2000 മാർക്കറ്റിലെ വില എങ്കിൽ അവർക്ക് ലാഭം വളരെ തുച്ഛമായിട്ടുള്ള ലാഭമേ ഉള്ളൂ. ആ സമയങ്ങളിൽ അവരെന്ത് ചെയ്യും? അവർ ഈ പറയുന്ന ഗോൾഡ് മൈനിങ് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. അതേസമയം വളരെ ടെക്നോളജിപരമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന വലിയ ടോപ്പ് കമ്പനികൾ ചിലപ്പോൾ അവർക്ക് ഒരു $1000 ഗോൾഡ് മൈൻ ചെയ്യാൻ ഒക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ ഗോൾഡിന് വിലയില്ലാത്ത സമയങ്ങളിലും പിടിച്ചു നിൽക്കും. കാരണം അവർക്ക് അത്യാവശ്യം ലാഭം അതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്.
ഈ ഗോൾഡിൻ്റെ പ്രൈസ് മാർക്കറ്റിൽ കൂടുമ്പോൾ ഇപ്പോൾ ഒരു 3000-ലേക്കൊക്കെ എത്തുവാണെന്നുണ്ടെങ്കിൽ ഈ 1500-ന് മൈനിങ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കമ്പനികൾ എന്ത് ചെയ്യും? ഗോൾഡ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെല്ലാ ചെറുകിട ഗോൾഡ് മൈനേഴ്സും അവരുടെ ജോലി വീണ്ടും തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? മാർക്കറ്റിലേക്ക് കൂടുതൽ ഗോൾഡ് ഡംപ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഡിമാൻഡിനേക്കാളും കൂടുതൽ സപ്ലൈ വരും, പ്രൈസ് ക്രാഷ് ചെയ്യും. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം. ഗോൾഡിൻ്റെ സമയങ്ങൾ ഏകദേശം തീരാറായി. ഏകദേശം അടുത്തൊരു റിസഷൻ വരാനുള്ള സമയം കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. 2025 അവസാനത്തോടെയോ 26-ലോ 27-ലോ ഒരു റിസഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോൾഡിൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ അവസാനത്തെ ഹൈപ്പിലേക്ക് പോവുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, ഏകദേശം ഗോൾഡിൻ്റെ വാല്യൂ $5000 മുകളിൽ കയറാനുള്ള ചാൻസസ് ഉണ്ട് റിസഷൻ വരുവാണെന്നുണ്ടെങ്കിൽ. അതിനുശേഷം ഒരു ഹ്യൂജ് ഡൗൺ പേയ്ഡ് മൊമെൻറ്റ് അല്ലെങ്കിൽ ഒരു ക്രാഷ് ഗോൾഡിൽ പ്രതീക്ഷിക്കാം. പിന്നീട് അതൊരിക്കലും ഗോൾഡ് പൊങ്ങി വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ്, വേറെ ആരും പറയുന്നതല്ല. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ചില ഇൻഫർമേഷനുകൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ കാണുന്ന ഒരു വിഷനാണ് ഞാനത്. അതായത് 5000-ന് മുകളിലേക്ക് ഇനി റിസഷനിൽ പോകാൻ ചാൻസ് ഉണ്ട്. റിസഷനെല്ലാം കഴിഞ്ഞിട്ട് എക്കോണമി സ്റ്റേബിൾ ആകുമ്പോൾ ഗോൾഡ് ക്രാഷ് ചെയ്യും. പിന്നീട് ഗോൾഡ് ആ ഒരു ഉയരത്തിലേക്ക് പൊങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേണമെങ്കിൽ ദീർഘകാലങ്ങളിലേക്ക്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇന്ന് നിങ്ങളിത് കണ്ടു, സ്റ്റോക്ക് ടു ഫ്ലോ ഗോൾഡിൻ്റെയും ബിറ്റ്കോയിൻ്റെയും. ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ, നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരു ക്യൂബിക്കലിൽ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വന്ന മറ്റൊരാൾക്കോ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ഫിയറ്റ് കറൻസിയാണ് അതിന് പകരമായിട്ട് നിങ്ങളുടെ എക്കോണമിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന എനർജിക്ക് തിരിച്ചു കിട്ടുന്ന ഒരു തുകയാണ് ഈ എക്കണോമിക് വാല്യൂ ആണ് ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. ഈ ഫിയറ്റ് 3-4 അടങ്ങുന്ന ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ ദിവസവും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിൻറ്റ് ചെയ്യുന്ന ഈ ഒരു പേപ്പർ കഷ്ണത്തിന് വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. എല്ലാ ദിവസവും പ്രിൻറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കൈ കിട്ടുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ദിവസത്തെ, നിങ്ങളുടെ ആ ഒരു മാസത്തെ ബിൽ പേയ്മെൻ്റ് എല്ലാം കഴിയുക, ഗ്രോസറി എന്താണെന്ന് വെച്ചാൽ മേടിക്കുക, നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സാധനങ്ങൾ പൈസ മാറ്റി വെക്കുക, ഫിയറ്റ് കറൻസി മാറ്റി വെക്കുക. ബാക്കി തുക വരുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ക്യാഷ് കൺവേർട്ട് ചെയ്ത് ഹാർഡായിട്ടുള്ള അസറ്റിലേക്ക് മാറ്റി വെക്കുക. ദ ഹാർഡസ്റ്റ് അസറ്റ്, മനുഷ്യൻ്റെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള അസറ്റാണ് ബിറ്റ്കോയിൻ. കാരണം അതിൻ്റെ സ്കേഴ്സിറ്റി, ഹാർഡ്നെസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത് ബിറ്റ്കോയിൻ, അതിൻ്റെ താഴെ ഗോൾഡ്, അതിൻ്റെ താഴെ റിയൽ എസ്റ്റേറ്റ്, അതിൻ്റെ താഴെ സ്റ്റോക്ക്, അതിൻ്റെ താഴെയാണ് ഫിയറ്റ് കറൻസി. ഫിയറ്റ് കറൻസി ഈ ഒരു ഹാർഡായിട്ടുള്ള അസറ്റിലേക്ക് കാൽക്കുലേഷൻ ചെയ്യാനൊക്കത്തില്ല. ഇറ്റ്സ് എ സോഫ്റ്റ് അസറ്റ്. കാരണം മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. സ്റ്റോക്ക് ആണെങ്കിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിൻറ്റ് ചെയ്യാനൊക്കത്തില്ല. കാരണം നിങ്ങൾക്കറിയാം, ആപ്പിളിന് ഇത്ര ഷെയർസ് ഉണ്ട്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന് ഇത്ര ഷെയർസ് ഉണ്ട്. ആ ഷെയർസിൻ്റെ എണ്ണം അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് വളരെ വേഗം കൂട്ടുവാണെങ്കിൽ, ഡൈല്യൂഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇടിയും. അപ്പം ഈ പൈസ പ്രിൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഷെയറിൻ്റെ എണ്ണം അവർക്ക് കൂട്ടാനൊക്കത്തില്ല, അവർ മയത്തിലെ കൂട്ടാനൊക്കൂ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഷെയറിലിട്ടിരിക്കുന്ന പൈസ വാല്യൂ കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഈ പറഞ്ഞ പോലെ ഫൈനൈറ്റ് അല്ല. നമ്മളീ പറയുന്ന ഈ ചെറിയ സ്ഥലത്ത് തന്നെ വലിയ പല നിലയുള്ള കെട്ടിടങ്ങൾ, 30-40 നിലയുള്ള കെട്ടിടങ്ങൾ വരുന്നു. ദുബായ് ആണെങ്കിൽ പുതിയ ഭൂമി കണ്ടെത്തി അതിലേക്ക് റിയൽ എസ്റ്റേറ്റ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്തെല്ലായിടവും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം തന്നെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വെനസ്വേലയിൽ പോയി റിയൽ എസ്റ്റേറ്റ് മേടിക്കുമോ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ? കാരണം അവിടുത്തെ ഇൻഫ്ലേഷൻ 100% മുകളിലാണ്. റിയൽ എസ്റ്റേറ്റ് ഹാർഡ്നെസ് ആണെങ്കിലും സ്കേഴ്സിറ്റി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഫ്രിക്കയിൽ പോയി മേടിക്കാറുണ്ടോ? അവിടുത്തെ പണത്തിന് വാല്യൂ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എല്ലായിടത്തും ഈക്വലായിട്ടുള്ള ഒരു വാല്യൂ റിയൽ എസ്റ്റേറ്റിനില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അടുത്തൊരു ഹാർഡ്നെസ്സാണ്, റിയൽ എസ്റ്റേറ്റിനേക്കാളും കൂടുതൽ ഹാർഡ്നെസ് ഉള്ളതാണ് ഗോൾഡ് മൈനിങ് ചെയ്തെടുക്കാൻ എൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എന്നിരുന്നാൽ പോലും ഓരോ കൊല്ലം കഴിയുന്തോറും പയ്യെ എൻ്റെ എമൗണ്ട് കൂടി വരുന്നുണ്ട്. ആ ഒരു ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി.
ഓക്കെ, നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് കണ്ടോ? 2009, 2008 ശേഷം ഓരോ വർഷവും മൈനിങ് ചെയ്ത് പുറത്തോട്ട് വരുന്ന ഗോൾഡിൻ്റെ എണ്ണം കൂടുന്നത് കണ്ടോ? 2019 3300 ടണ്ണായിരുന്നു. 2023 അത് 3600 ടണ്ണായി. അതായത് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഗോൾഡ് മൈനിങ് ചെയ്യുന്നത് ഈസി ആവും, ഗോൾഡ് കണ്ടെത്തുന്നത് ഈസി ആവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡ് മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വേണ്ടപ്പം ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷേ അതിനായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. അത് ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യുന്നു. ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ടെക്നോളജി എത്ര ഇൻക്രീസ് ചെയ്താലും ബിറ്റ്കോയിൻ 3.125 ബിറ്റ്കോയിനെ ഓരോ 10 മിനിറ്റിലും തരും. 2028 ശേഷം 1.5. ഇനി എത്ര വലിയ ടെക്നോളജി യൂസ് ചെയ്താലും ബിറ്റ്കോയിൻ 21 മില്യനേ ഉള്ളൂ സ്കേഴ്സ് എന്നുള്ളത് നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ സ്റ്റോക്കിൻ്റെ കാര്യം പറഞ്ഞു. സ്റ്റോക്കിൻ്റെ കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ടെസ്ലയുടെയാണ്. ടെസ്ലയുടെ നിങ്ങൾ ഈ കാണുന്ന 1.5 ബില്യൺ എന്ന് പറഞ്ഞ ഷെയർ ആണ്. എത്രമാത്രം ഷെയർ ഉണ്ടായിരുന്നതാണ് 2011. നിങ്ങളിവിടെ കാണാം. വർഷങ്ങൾ കൂടും തോറും ഇതിൻ്റെ ഷെയർസിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാം അല്ലേ? നമുക്കിവിടെ എൻവിഡിയ നോക്കാം. എൻവിഡിയ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇടയ്ക്ക് കുറയുന്നുണ്ട്, ഷെയർസിൻ്റെ എണ്ണം കൂടുന്നുണ്ട് അല്ലേ? 25 ബില്യൺ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഷെയർസിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് ബിറ്റ്കോയിൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മനുഷ്യന് വളരെ ഒരു സ്വാധീനം ചെലുത്താൻ ഒക്കുന്നുണ്ട്. ഇപ്പോൾ പാൻഡമിക് വന്നപ്പോൾ എന്ത് പറ്റി? എല്ലാവരുടെയും ഫ്രീ മണി ഉണ്ടായിരുന്നു, സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി. എന്ത് ചെയ്തു? എല്ലാത്തിൻ്റെയും ഷെയർസ് ഡൈല്യൂഷൻ ചെയ്തു, ഷെയർസിൻ്റെ എണ്ണം കൂട്ടി. കാരണം എല്ലാവരുടെയും പണമുണ്ട്, അവരുടെ വാല്യൂ കൂട്ടി. മനുഷ്യൻ എപ്പോഴും ഗ്രീഡിയാണ് അല്ലേ? ഫിയർഫുള്ളുമാണ്, ഗ്രീഡിയാണ്. ഇതനുസരിച്ച് അവർ ക്രയവിക്രയം ചെയ്യുന്ന മാർക്കറ്റുകൾക്ക് വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റുകൾക്കും ഈ ഒരു ഫ്ലക്ച്വേഷൻ അവന് ഇഷ്ടത്തിനനുസരിച്ച് പ്രിൻ്റ് ചെയ്യാം, മൈനിങ് ചെയ്യാം. പക്ഷേ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ അതല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളെപ്പോഴും ബിറ്റ്കോയിനിൽ വേണം സേവ് ചെയ്യാൻ. കാരണം അത് ലോങ് ടൈമിൽ നിങ്ങളുടെ വാല്യൂ വർദ്ധിച്ച് വരത്തേയുള്ളൂ. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, ഒരു കൊല്ലം 18% വളർച്ചയുള്ള ഒരു അസറ്റിൽ വേണം നിങ്ങളുടെ ഫിയറ്റ് കറൻസി ഇൻവെസ്റ്റ് ചെയ്യാൻ. അറ്റ്ലീസ്റ്റ് 18%. ഇറ്റ്സ് എ മാജിക്കൽ നമ്പർ. അതായത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന പൈസ വർഷവും 18% കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതല്ല. നിങ്ങൾ ഒരു കൊല്ലം 18% വർധനയുള്ള അസറ്റിൽ വേണം നിങ്ങളുടെ പൈസ കൺവേർട്ട് ചെയ്തിടാൻ. അപ്പോൾ ഞാൻ പറയുന്നത്, ബിറ്റ്കോയിൻ ഏകദേശം 80-100%, ഇപ്പോഴത്തെ വളർച്ച അനുസരിച്ച് 80-100% വർഷം വളർച്ചയുണ്ട്. അങ്ങനൊരു അസറ്റ് ഇല്ല. ഓക്കെ, ഇനി ഇവിടെ ഞാൻ M2 മണി സപ്ലൈ ഞാൻ കാണിച്ചു തരാം. ഇത് US-ലുള്ള ഇത്ര നാൾ പ്രിൻ്റ് ചെയ്തേക്കുന്ന മണിയുടെ ഗ്രാഫാണ്. ഏകദേശം 21 ട്രില്യനോളം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള കാര്യം കാണാം. പാൻഡമിക്കിന് മുന്നേ 15 ട്രില്യൺ ആയിരുന്നു US-ലുള്ള എക്കോണമിയിൽ ഉണ്ടായിരുന്ന പൈസ, ഡോളർ. 15 ട്രില്യൺ. അത് ഏകദേശം മാസങ്ങൾ കൊണ്ട് 21 ട്രില്യനായി. അതായത് ഇത്രയും നാൾ അമേരിക്കയിലുണ്ടായിരുന്ന പൈസയുടെ 40% പ്രിൻ്റ് ചെയ്തിറക്കിയത് ഒരു കൊല്ലം കൊണ്ടാണ്. ഒന്നും കൂടെ ഞാൻ പറയാം, ഇത്രയും നാൾ അമേരിക്കയിൽ പ്രിൻ്റ് ചെയ്തേക്കുന്ന പൈസയുടെ 40% ഒരു കൊല്ലം കൊണ്ട് പ്രിൻ്റ് ചെയ്തിറക്കി. അതാണ് ഇത്രയും ഇൻഫ്ലേഷൻ കൂടാനുള്ള കാര്യം. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഹാർഡായിട്ടുള്ള അസറ്റുകൾ കൈവശം വെക്കാത്ത, അല്ലെങ്കിൽ ഈ സോഫ്റ്റ് മണി മാത്രം കൈവച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്ത് പറ്റി? അതായത് ബാങ്കിൽ നിക്ഷേപിച്ചേക്കുന്നവരുടെ കാര്യം എന്ത് പറ്റി? അവരുടെ വാല്യൂ കുറഞ്ഞു വന്നു. കാരണം അവർക്ക് ഇൻഫ്ലേഷൻ കൂടി, സാധനങ്ങൾക്ക് വില കൂടി. അവർ ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പൈസയ്ക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ഓരോ മാസം കഴിയുന്തോറും കിട്ടുന്നുള്ളൂ. അതാണ് നിങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന കാര്യങ്ങളെല്ലാം. അതേസമയം
ക്യാഷ് കൺവെർട്ട് ചെയ്ത് ഈ ഫിയറ്റ് കറൻസി കൺവെർട്ട് ചെയ്ത് ഹാർഡ് അസറ്റിലേക്ക് മാറ്റി വരേണ്ട കാര്യം എന്തായിരുന്നു? സ്റ്റോക്ക് കുതിച്ചുയർന്നു അല്ലേ, റിയൽ എസ്റ്റേറ്റ് കുതിച്ചുയർന്നു, ബിറ്റ് കോയിൻ കുതിച്ചുയർന്നു. ഹാർഡ് അസറ്റിലേക്ക് കൈവശം ഇട്ടേക്കുന്നവരുടെ വാല്യൂ 10 മടങ്ങ് കൂടി. ക്യാഷിൽ അവരുടെ വാല്യൂ സൂക്ഷിച്ചവരുടെ വാല്യൂ 10-40% താഴോട്ടിരിക്കും. ദാറ്റ്സ് എ ഡിഫറൻസ്. നിങ്ങളുടെ കയ്യിൽ വരുന്ന ഫിയറ്റ് മണി കൺവെർട്ട് ചെയ്ത് ഹാർഡസ്റ്റ് അസറ്റിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കാലത്തെങ്ങും റിട്ടയർ ചെയ്യാൻ ഒക്കത്തില്ല. ബിറ്റ് കോയിനിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കുറഞ്ഞു വരുന്നതായിട്ട് കാണാനൊക്കെ നിങ്ങളുടെ ബിറ്റ് കോയിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ചെറിയൊരു കോൺസെപ്റ്റ് ആയിരുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ എത്രമാത്രം ഹെൽപ്ഫുള്ളായെന്ന് എനിക്കറിയത്തില്ല. ടേക്ക് കെയർ. ബൈ ബൈ.